നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. അത് 14 വയസ്സുകാരനായ അസ്മിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയെന്നാണ് സർക്കാരും ആരോഗ്യവകുപ്പും ഒക്കെ പറഞ്ഞത്. അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയ മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അസ്മിൽ. പന്തല്ലൂരിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ഈ സ്കൂളിലെ കുട്ടിയുടെ സഹപാഠിയായിരുന്ന സുഹൃത്തായിരുന്ന മറ്റു 2 കുട്ടികൾക്ക് പേർക്ക് കൂടി സമാനമായ പനി രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അവർ 2 പേരെയും ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ അമ്മയുടെ സഹോദരനും ഉൾപ്പെടെയുള്ളവർ കുട്ടിയോടൊപ്പം ആശുപത്രിക്കും മറ്റുമൊക്കെ കൊണ്ടുപോകാൻ ഒപ്പം ഉണ്ടായിരുന്നവരാണ്. അവരും ക്വാറന്റൈനിലുണ്ട്. അവർ കോഴിക്കോടാണുള്ളത്. ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് 10ാം തീയതിയാണ് കുട്ടിക്ക് പനി ഉണ്ടാവുന്നത്. അതിനുശേഷം കുട്ടിയെ തൊട്ടടുത്ത വീടിന് സമീപത്തെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ കാണിച്ചു. മരുന്ന് നൽകി. പക്ഷേ പനി മാറിയില്ല. അങ്ങനെ പിന്നീട് പാണ്ടിക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നും പനി മാറിയില്ല എന്ന് മാത്രമല്ല പനി മൂർച്ഛിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ എത്തിയപ്പോഴേക്കും കുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നു. അത് തന്നെ വെന്റിലേറ്ററിലാണ് കുട്ടി അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഗുരുതരാവസ്ഥ തുടർന്നതുകൊണ്ടാണ് കുട്ടിയെ പിന്നീട് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബന്ധുക്കളുടെയും ഒക്കെ ആവശ്യപ്രകാരം ഇന്നലെ വൈകുന്നേരത്തോടെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എല്ലാ ശ്രമവും നടത്തിയെന്നാണ് സർക്കാരും ആരോഗ്യവകുപ്പും ഒക്കെ പറഞ്ഞത്. പക്ഷേ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.